ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അമ്മയെക്കുറിച്ചാണ്. എല്ലാവർക്കും അമ്മമാരോട് ഇഷ്ടമായിരിക്കില്ലേ? അച്ഛനോടും ഇഷ്ടം തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു പിടി മുന്നിലായിരിക്കുമല്ലോ നമുക്ക് അമ്മയോടുള്ള സ്നേഹം. പല പെൺമക്കൾക്കും അമ്മമാരാണ് എല്ലാത്തിനും മുൻപിൽ. ചില സ്ഥലങ്ങളിലൊക്കെ അച്ഛന്മാരും പെൺകുട്ടികളെ ഒരുക്കാറൊക്കെ ഉണ്ട്. പെൺകുട്ടികളുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കാറുമുണ്ട്. അതുപോലെ എല്ലാ രഹസ്യങ്ങളും അച്ഛനോട് പറയാറുണ്ട് പല പെൺമക്കളും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അമ്മ തന്നെയാണെന്ന്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ട്. പക്ഷേ നമുക്ക് കൂട്ടുകാരോട് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഫുൾ വിശേഷങ്ങൾ ഞാൻ പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെ പറഞ്ഞു, അത് എല്ലാം അമ്മയായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അമ്മ അതിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അമ്മമാരെ കുപ്പത്തൊടിയിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയാണ് കാണാൻ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ന്യൂജൻ ആളുകൾ അവരുടെ ജോലി, അവരുടെ സ്റ്റാറ്റസിന് ചേരാത്തതാണ് തൻ്റെ അമ്മ എന്നൊരു തോന്നൽ വരുന്നതിനെ കൊണ്ട് അമ്മയെ റൂമിൽ അടച്ചിടുകയും അതുപോലെ വഴിയോരത്തേക്ക് വലിച്ചെറിയുകയും അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി വിടും. ഈ ഒരു അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ട് തന്നെ പോറ്റി തനിക്കൊരു ജോലിയാക്കി തന്നു, തനക്കൊരു കുടുംബമാക്കി തന്നു. കുഞ്ഞുങ്ങളുണ്ടായ കുഞ്ഞുങ്ങളെ പരിപാലിക്കാനുള്ളൊരു അവകാശം പോലും അമ്മയ്ക്ക് നിഷേധിച്ചുകൊണ്ട് ഓരോ ആളുകളും ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. ഞാൻ ഈ അടുത്തായിട്ട് ഒരു അനാഥാലയത്തിൽ പോവുകയുണ്ടായി. സ്ഥലം ഞാൻ പറയുന്നില്ല, കൽപ്പറ്റ തന്നെയാണ് സ്ഥലം. അവിടെ പോയപ്പോൾ അവിടെ ഒരു അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ ഒരു പാട്ട് പാടിത്തന്നു എനിക്ക്. പഴയൊരു ഗാനമാണ്. പിന്നെ കിങ്ങിണിക്കൊമ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് എത്ര മനോഹരമായിട്ടാണെന്നറിയോ ആ അമ്മ പാടുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എത്ര മക്കളാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ പറയുക, 4 മക്കളുണ്ട്. 4 മക്കൾ, മൂത്ത ആൾ മരിച്ചു, ബാക്കി 3 പേര്, 2 പെൺകുട്ടിയും 2 ആൺകുട്ടികളും. അതിൽ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അയച്ചു, പെൺകുട്ടികൾ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ അമ്മയെ തിരിഞ്ഞു നോക്കുകയോ അമ്മയോട് പിന്നെ എന്തെങ്കിലും വിശേഷം തിരക്കാനോ അവർ ആ വീട്ടിലേക്ക് വരാം. കാരണം അവിടെയുള്ള ആണൊരുത്തം തന്നെയാണ് അതിനുള്ള പ്രശ്നം. കയറി വന്ന പെണ്ണും അതിനോട് തന്നെ യോജിച്ച് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കൊണ്ട് പ്രശ്നങ്ങളായിട്ടാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനം ആ അമ്മയെ ഈ അനാഥ മന്ദിരത്തിൽ ആ മകൻ കൊണ്ടുപോയി വിട്ടു. എന്തുകൊണ്ടെന്നറിയോ? ആ ഒരു മരുമകളുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് കൊണ്ടുപോയി വിട്ടത്. കാരണം സ്റ്റാൻഡേർഡ് പോരാ അമ്മയ്ക്ക്, അതാണ് മെയിൻ പ്രശ്നം. ഈ സ്റ്റാൻഡേർഡ് ഇല്ലായ്മയിൽ നിന്ന് പട്ടിണി കിടന്നിട്ടായിരിക്കും അച്ഛന് അമ്മയും നമ്മളെ പോറ്റി വലുതാക്കിയത്. പക്ഷേ അങ്ങനെ കൊണ്ട് എറിഞ്ഞപ്പോഴുണ്ടല്ലോ ആ അമ്മയുടെ സങ്കടം എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു അമ്മ. എനിക്ക് അമ്മയില്ല. അപ്പോൾ ഞാൻ ആ അമ്മമാരെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ ഹോം നേഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹോം നേഴ്സ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അധികം ഏറ്റെടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളുടെ കാര്യമാണ്. അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മയും മാത്രമുള്ള വീടുകളാണ് ഞാൻ നോക്കിയെടുക്കാറ്. അപ്പം ഞാൻ ഈ ഒരു 5 വർഷമാകാനായി. ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് അമ്മമാരുടെ സങ്കടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അവിടേക്കായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഇരട്ടി സ്നേഹം തരും. അത് 100% സത്യമാണ്. അതുപോലെ കിടപ്പ് രോഗികൾ, നമ്മൾ അവർക്ക് സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നും, ഒരു കുട്ടി എൻ്റെ മോളെപ്പോലെയാണ് എന്ന് വിചാരിക്കാറുണ്ട്. ഞാൻ ആ വീട്ടിൽ നിന്ന് 28 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ അമ്മമാരുടെ സ്നേഹവും അവരുടെ അനുഗ്രഹവും കിട്ടിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങാറ്. ഇന്ന് വരെ എവിടുന്നും ഞാൻ ഇറങ്ങിയിടത്തോളം ഞാൻ ആരുടെ ശാപവാക്കുകൾ കേട്ടുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ ചെന്ന് എനിക്ക് ജോലി സുരക്ഷിതമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ 28 ദിവസം അവിടെ പൂർത്തീകരിച്ചിരിക്കും. ചില ആളുകൾ പിന്നെ തിരിച്ചു വിളിക്കും. ചില സ്ഥലങ്ങളിൽ ഓഫീസ് മുഖാന്തരമൊക്കെ ആകുമ്പോൾ വേറെ ആളുകളായിരിക്കും കയറുക. നമ്മൾ പേഴ്സണലായിട്ട് പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും അമ്മയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ആലോചിച്ചപ്പോൾ ഒരുപാട് വിഷമമാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ എന്നെ അങ്ങനെ നോക്കിയുണ്ടാക്കിയതായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് എൻ്റെ അമ്മയെ. നിങ്ങളെല്ലാവരും
അമ്മയെയും അച്ഛനെയും ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മൾ വേദനിപ്പിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ മക്കൾ വളരുന്നത്. ആ മക്കളും ആ പാത പിന്തുടരുമ്പോൾ നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളൂ, ഒരമ്മമാരോടും ഒരച്ഛന്മാരോടും ആരും വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ചെറിയ കുട്ടികളും ഇവരും ഒരേ സമമാണ്. കാരണം ഇപ്പോൾ പറഞ്ഞല്ല അവർ പിന്നെ പറയുക, മിനിറ്റിന് അവർ വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നന്നായി സംരക്ഷിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ.